അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ റമളാൻ മാസത്തിൽ അൽ ബയാൻ എന്ന സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന മഹനീയമായ ഒരു പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. 32-ാം അധ്യായം സൂറത്തു സജ്ദയിലെ 4 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഇനി 5, 6 ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കുന്നത്. 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും വിശേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണ് എന്നുമെല്ലാം നമ്മൾ ആ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ പഠിച്ചു മനസ്സിലാക്കി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവുകളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, റബ്ബ് ആരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ ചില കാര്യങ്ങൾ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ, മക്ക നിവാസികൾ, അവർ റബ്ബിലേക്ക് മടങ്ങാൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല എന്നും യഥാർത്ഥ റബ്ബല്ല എന്നും ഖാലിഖല്ല എന്നും നേരെ മറിച്ച് അള്ളാഹുവാണ്, ഖാലിഖാണ്, മുദബ്ബിറാണ്, അതുപോലെ തന്നെ മാലിക്കാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില വചനങ്ങളാണ് ഈ ആയത്തുകളെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 5-ാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ എന്ന ഭാഗത്തെ 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു, അതുപോലെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. യുദബ്ബിറു എന്ന് പറഞ്ഞാൽ അത് മുളാരിയായ ഫേലാണ്. അതുകൊണ്ട് തന്നെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നിയന്ത്രിക്കുന്നു. ഇനി 2-ാമത്തെ വ്യാഖ്യാനം എന്നുള്ളത് ആകാശം മുതൽ ഭൂമി വരെയുള്ള കാര്യങ്ങളെ അവൻ തീരുമാനിക്കുന്നു, അവൻ നിയന്ത്രിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ ഉള്ള എല്ലാം, ആകാശവും ഭൂമിയും ഉൾപ്പെടുന്ന അതിനിടയിലുള്ളത് എല്ലാത്തിനെക്കുറിച്ചുമുള്ള കൃത്യമായ തീരുമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുദബ്ബിർ എന്നാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ, അതിൽ നടക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള സർവ്വമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ചില വ്യവസ്ഥകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ചില കാര്യങ്ങൾക്കു വേണ്ടി അല്ലാഹു പല കാര്യങ്ങളെയും പലരിലേക്കും ഏൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണയായി അറിയാം, ഒരു രാജ്യം ഭരിക്കാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടാവണം. അതുപോലെ ഓരോ നാടുകൾ ഭരിക്കാനും ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഏരിയ ഭരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ തുടങ്ങി നമ്മുടെ വീടുകളിൽ നമ്മെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗ്രഹനാഥനാണ്. എന്നതുപോലെ ഓരോന്നും ഈ ദുനിയാവിൽ ചില സ്ഥാനമാനങ്ങളും കൺട്രോളിങ്ങുകളും പല സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായി യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതാരാണ്? അല്ലാഹു മാത്രമാണ്. അൽ മുദബ്ബിർ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ
ഈ ദുനിയാവിൽ ചില സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന നിലയ്ക്ക് ഈ ദുനിയാവ് നശിച്ച് ഈ ദുനിയാവ് അതിൻ്റെ അന്ത്യം സംഭവിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ആയത്തിൻ്റെ ബാക്കി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് സുമ്മ യഅറുജു ഇലൈഹി. കാര്യങ്ങളുടെ മടക്കം എവിടേക്കാണ്? അള്ളാഹുവിലേക്കാണ്. ഈ ദുനിയാവിൽ അധികാരം കൊണ്ടും അതിൽ അഹങ്കാരം നടിച്ചും പല രൂപത്തിൽ കാര്യങ്ങളെ നടപ്പിലാക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ, അധികാരം കിട്ടിയവർ, അതുപോലെ തന്നെ സമ്പത്തും മറ്റും ഉള്ള ആളുകൾ അവരുടേതായ രൂപത്തിൽ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പര്യവസാനമുണ്ട് എന്നും നിങ്ങൾ തീരുമാനിക്കുന്നതും നിങ്ങൾ നടപ്പിലാക്കുന്നതും നേരായ മാർഗത്തിലല്ല എങ്കിൽ ഇതെല്ലാം തിരിച്ചു മടങ്ങുന്ന ഒരു ദിവസമുണ്ട് എന്നും അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുമ്മ യഅറുജു ഇലൈഹി, അവനിലേക്കാണ് കാര്യങ്ങളുടെ മടക്കം. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നുവോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം മടക്കം റബ്ബിലേക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. എന്ന് വച്ചാൽ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ ദിവസത്തെയാണ് അന്ത്യദിനം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ പിന്നെ ഒരു ദിവസം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അതിപ്പോൾ നമ്മളെ ഓരോരുത്തരെയും എടുത്തു വച്ചു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അന്ത്യദിനമുണ്ട്. അത് നമ്മുടെ മരണമാണ്. നമ്മുടെ മരണം കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു ദിവസം പോലും നമുക്ക് പിന്നീട് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്ത്യദിനം നമ്മുടെ മരണമാണ്. എന്നാൽ ഈ ലോകത്തിനൊരു അന്ത്യദിനമുണ്ട്. ഈ ലോകത്തിന് ഇനിയൊരു പുലരിയില്ലാത്ത, ഇനിയൊരു ദിവസമില്ലാത്ത ദിവസത്തെ ആണ് അതിന് അന്ത്യദിനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അന്ത്യദിനമുണ്ട്. സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ, ഒരു ദിവസത്തിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങും. ആ ദിവസത്തെയാണ് അന്ത്യദിനം എന്ന് പറയുന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദിവസം എങ്ങനെയുള്ള ദിവസമാണ് എന്നതാണ് ആയത്തിൻ്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞത്. കാന മിഖ്ദാറുഹു, അതിൻ്റെ മിഖ്ദാർ, അതായത് അതിൻ്റെ തോത്, അതിൻ്റെ വണ്ണം, വലിപ്പം എത്രയാണ്? അതാണ് ആയത്തിൽ പറഞ്ഞത് അൽഫസനതി മിമ്മ തഉദ്ദൂൻ, നിങ്ങൾ കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന, കണക്കാക്കുന്ന നിങ്ങളുടെ അടുക്കൽ 1000 വർഷത്തിനു തുല്യമാണ് ആ ഒരൊറ്റ ദിവസം എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളെല്ലാം കൂട്ടിക്കണക്കാക്കി നോക്കുമ്പോൾ 1000 വർഷം എത്ര ദിവസങ്ങൾ എടുക്കുന്നുവോ 1000 വർഷത്തിന് സമമാണ് അന്നത്തെ ഒരു ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അന്ന് അത് അന്ത്യനാൾ സംഭവിച്ച് അതിലേക്ക് കാര്യങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് 1000 വർഷത്തിൻ്റെ ദൈർഘ്യം, നമ്മൾ ഇന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ കണക്കാക്കുന്ന 1000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് അന്ത്യനാളിൽ ഉണ്ടാവുക എന്ന് നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് അവനു മാത്രമായിരിക്കും സർവ്വ അധികാരവും, സർവ്വ നിയന്ത്രണവും, സർവ്വ തീരുമാനവും റബ്ബിന് മാത്രമായിരിക്കും. അന്ന് ഈ ദുനിയാവിൽ അധികാരം കൊണ്ട് തീരുമാനങ്ങളെടുത്ത് പലതും നടപ്പിലാക്കിയവർക്കൊന്നും ഒന്നും ചെയ്യാനാകാതെ അഹങ്കാരം നടിച്ച് ഈ ദുനിയാവിൽ എല്ലാവരെയും നശിപ്പിക്കാനും തൻ്റെ ആധിപത്യം എല്ലാവരുടെ മേലും മേൽക്കോയ്മ ഇതുകൊണ്ട് ജീവിക്കാനും ശ്രമിച്ച അഹങ്കാരം നടിച്ച പല ആളുകളും നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ, അന്ത്യദിനത്തിൽ പരലോകത്തെത്തി നിൽക്കുമ്പോൾ ലിമനിൽ മുൽക്കുൽ യൗം, അല്ലാഹ് ചോദിക്കുന്നതാണ്, ആർക്കാണ് അധികാരമുള്ളത്? നിങ്ങളുടെ അധികാരം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തീർത്തും അധികാരം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ സർവ്വ നിയന്ത്രണവും പിന്നെ റബ്ബിലേക്ക് മാത്രമാകുന്ന ഒരു ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തിൽ കാര്യങ്ങളെല്ലാം മടങ്ങുന്നത് റബ്ബിലേക്കാണ് എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ താൽക്കാലികമായി പലർക്കും പല രൂപത്തിൽ തന്നെ അവർക്ക് ജീവിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ലതാനും. ഈ രൂപത്തിൽ കാര്യങ്ങളുടെ മടക്കം റബ്ബിലേക്കാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അതായത് അന്ത്യദിനം, ആഖിറത്ത് എന്നത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്കയിലെ മുശ്രിക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി അവൻ ആരാണ് എന്ന് വീണ്ടും പഠിപ്പിക്കുന്നു. ആരുടെ അടുക്കലേക്കാണ് മടക്കം? ഏതെങ്കിലും സാധാരണ വ്യക്തിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പവർ മാത്രമുള്ള വ്യക്തിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല. മറിച്ച് അവൻ ആരാണ്? ആരുടെ അടുക്കലേക്കാണ് മടക്കം? അള്ളാഹു ആരാണ് എന്ന് വീണ്ടും തൊട്ടടുത്ത ആയത്തിൽ, 6-ാമത്തെ ആയത്തിൽ
അള്ളാഹു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ആയത്ത് നമുക്ക് ആദ്യം കേൾക്കാം. ذلك عالم الغيب والشهادة العزيز الرحيم. ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് വീണ്ടും പരിചയപ്പെടുത്തുന്നു. ദാലിക, അവൻ എപ്രകാരമുള്ളവനാണ്? ആലിമുൽ ഗൈബി, അവൻ അദൃശ്യം അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യവും അറിയുന്നവനാണ്. ഈ ആയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അദൃശ്യവും ദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്കാണ് ഇനി നമ്മുടെ മടക്കം. അതുകൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, തിരിച്ചറിയേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു വിഷയം. ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബ്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മെ കാണുന്ന ഒരു റബ്ബുണ്ട് എന്ന തിരിച്ചറിവ് ഈ ആയത്തിൽ നിന്ന് നമുക്കുണ്ടാകണം. കാരണം ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹു, മറഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ മറച്ചുവെക്കാനോ ആ അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടുവാനോ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും തൻ്റെ വിശ്വാസ കർമ്മ ആചാര മേഖലകളിലെല്ലാം ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ എന്ന് നിങ്ങൾ വാദിക്കുന്ന നിങ്ങളുടെ ദുർമൂർത്തികൾ, അവർ വെറും സൃഷ്ടികളാണ്. എന്നാൽ അള്ളാഹു ആണെങ്കിലോ ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചവൻ, അതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇനി മാത്രമല്ല, ഈ ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം അറിയുന്ന, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, അവനിലേക്കാണ് നമ്മുടെ മടക്കമുള്ളത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക എന്നതല്ല, മറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കുക എന്നതാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനോടും നമ്മുടെ ആത്മാവിനോടും ചെയ്യേണ്ട ബാധ്യത എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ അള്ളാഹു, ആ അള്ളാഹു ആരാണ് എന്ന് വീണ്ടും പഠിപ്പിക്കുന്നു. അൽ അസീസാൻ, റഹീമാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്, അൽ അസീസ്, അർ റഹീം. അസീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഉന്നതിയിലാണ്, അവൻ അസീസാണ്, ഇസ്സത്തുള്ളവനാണ്. ഒരാൾക്കും അള്ളാഹുവിൻ്റെ മേൽക്കോയ്മ ചെയ്യാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. സർവ്വതിനെയും പരാജയപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതആല അതിജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവനായ അൽ അസീസ്. അതോടൊപ്പം അർ റഹീം. ഇവിടെ അൽ അസീസ് എന്ന നാമം കൊടുത്തത് മക്കയിലെ മുശ്രിക്കുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന് ജൽപ്പനകൾ നടത്തുന്നവർ, വ്യാജവർത്തമാനങ്ങൾ സംസാരിക്കുന്നവർ, അവരെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ പാഠങ്ങൾ പഠിപ്പിക്കും. അവരുടെ മേൽക്കോയ്മ ഉണ്ടാകും. അവരെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തെ പുലർത്തുകയും അതോടൊപ്പം നീതി നടപ്പിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അർ റഹീം എന്ന് തൊട്ടടുത്ത് പറഞ്ഞത്. ഇതെല്ലാം സ്വീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ച് പ്രവാചകനെ വിശ്വസിച്ച് അങ്ങനെ റബ്ബിലേക്ക് അടുക്കുകയും ആ റബ്ബിനെ തൻ്റെ സ്രഷ്ടാവായി അംഗീകരിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു റഹീമാണ്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും, കാരുണ്യം ചെയ്യും. അങ്ങേയറ്റത്തെ കാരുണ്യമാണ് റബ്ബിൻ്റെ കാരുണ്യമെന്നുള്ളത്. അർഷിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചു. ആ അർഷിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതിയതാണ്, അള്ളാഹുവിൻ്റെ കോപത്തേക്കാൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മികച്ചു നിൽക്കുന്നത് എന്ന് ആ അർഷിൽ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഷദീദുൽ ഇഖാബുമാണ്, അവൻ വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ റബ്ബിൻ്റെ തീരുമാനമനുസരിച്ചാണ്. ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ
ഖദർ പ്രകാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഖദർ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ റബ്ബിൻ്റെ തീരുമാനം ഈ ലോകത്ത് നടപ്പിലാകുമ്പോൾ തന്നെ പലതും നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാനുമുള്ള അധികാരവും അവകാശവും നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇഖ്തിയാറിന് അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ സ്വയം തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കണം. ഏതെങ്കിലും തിരഞ്ഞെടുക്കാനല്ല, മോശപ്പെട്ടതിനെ സ്വീകരിക്കാനല്ല, മറിച്ച് ത്വയ്യിബായതിനെ സ്വീകരിക്കണം. അല്ലെങ്കിലോ റബ്ബിൻ്റെ അടുക്കലേക്കാണ് മടക്കം. പരലോകമുണ്ട്. ആ പരലോകത്ത് നഷ്ടം ഭവിക്കും. കാരണം ആ പരലോകത്തേക്ക് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വച്ച പ്രവർത്തനങ്ങളെ മുഴുവൻ കൊണ്ടുവരുമ്പോൾ അവൻ ആലിമുൽ ഗൈബി വശഹാദയാണ്. അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ റബ്ബാൻ. ആ റബ്ബ് എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള റബ്ബ് അവൻ അൽ അസീസാൻ, പ്രതാപിയാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇബാദത്തിലായിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്സത്തിനൊന്നും കൂടാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും അള്ളാഹുവിൽ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട്, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്സത്തിലൊന്നും കുറയാനും പോകുന്നില്ല. എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്ന, എല്ലാത്തിൻ്റെ മേൽക്കോയ്മ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാകുന്നവനാണ് അൽ അസീസ്. എല്ലാത്തിനെയും തോൽപ്പിച്ച് എല്ലാത്തിൻ്റെ മീതെയുള്ളവൻ അൽ അസീസ്, അവനാണ് അൽ അസീസ്. അതോടൊപ്പം അർ റഹീം, അള്ളാഹു കരുണാനിധിയാണ്, കരുണാവാരിധിയാണ്. റബ്ബിലേക്ക് മടങ്ങുന്നവർക്ക് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കരുണയുണ്ട് എന്നും നമുക്ക് തിരിച്ചറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കുവാനും വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ കലാമിനെ അത് പഠിക്കാനും മനസ്സിലാക്കുവാനും ആ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.